ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞങ്ങളിതാ അതേപോലെ രാവിലെ ചായ കുടിക്കണം. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ നീറ്റ് വന്ന് ഓരോരുത്തർ നീറ്റ് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ അതാ റാസി എന്നെ കൊഞ്ഞനം കുത്തുകയാണ്. അപ്പോൾ ഇന്ന് പത്തിരിയായിരുന്നു ചായക്ക് കടി, പത്തിരിയും ചിക്കൻ കറി. അപ്പോൾ ഞാൻ പത്തിരി കഴിക്കാത്തതുകൊണ്ട് ഇതേ എനിക്ക് പുട്ടുണ്ടാക്കി തന്നു. അപ്പോൾ അതാ പുട്ടും ചായയൊക്കെ കുടിച്ചു. ഞാൻ അസ്മി കുട്ടനക്ക് അതിൻ്റെ ഇടയിൽ കൊടുത്തു. സനുണ്ട്, അളിയനുണ്ട്, എല്ലാവരും ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. നോക്ക് ദാ ഗായ്സ്, ഞങ്ങൾ എടുക്കാൻ പോണ് കോഴിക്കോട്. കോഴിക്കോട് പോവുകയാണ്. നമ്മള് ലാസ്റ്റ് നിക്ക് അപ്പോൾ ഞങ്ങളിതാ 2 വണ്ടിയിലായിട്ട് കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 11:20 കേട്ടോ ട്രെയിനുള്ളത്. ഞങ്ങൾ ഏകദേശം ഒരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. എന്താണ് ഷൂരനാ? ഇതെന്താ ഇതെന്താണെന്ന് അറിയുക, ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടാതിരിക്കാനാണ് കേട്ടോ. അല്ലേ, യാത്ര ഒരുപാട് നേരം യാത്ര ചെയ്യുമ്പോൾ കാല് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ്. ഓക്കെ, അങ്ങനെ അതാ ഞങ്ങൾ 12:40 ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ നേരെ മിഠായി തെരുവൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ കാലിന്മേത്തെ സ്റ്റിക്കർ എന്താണെന്ന് അറിയാം, ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊട്ടും. ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചത്. പക്ഷെ എന്നാലും എനിക്ക് കാലിന് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 ദിവസമായിട്ട് ബിരിയാണിയൊക്കെയല്ല, അപ്പോൾ നല്ല അടിപൊളി സദ്യ കഴിക്കാച്ചിട്ടാണ് ഹോട്ടൽ ശരവണക്ക് പോയത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നേരെ എന്തായാലും 1 മണിയായപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗൈസ് അവിടെ ചെന്നപ്പോൾ പറ്റിച്ച്. ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഇവിടെ സദ്യ ഇല്ല അത്ര. അവർ എന്താ പറയുക, പച്ചക്കറി ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ വാങ്ങിയത്. അത് കഴിക്കാൻ വിചാരിച്ചു. ഒരുപാട് തവണ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. മയിൽപ്പീലി നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ചെയ്ത് കാണാൻ കേട്ടോ. അപ്പോൾ അതിൽ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വില കുറച്ചിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഒരു ചേച്ചി വാങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയെന്ന് ചോദിച്ചാൽ അപ്പോൾ 20 രൂപക്കാണ് അത്ര അവർക്ക് കിട്ടിയത്. പക്ഷേ അവർ പറയുന്നത് 50 രൂപ എന്നൊക്കെ കേട്ടോ. ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ കിട്ടും. അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവിയും കുഞ്ഞോളും കൂടി ഇതാ കമ്മലാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കണ്ട എന്താണ് ഞാൻ കടൻ്റെ പേര് ഞാൻ മറന്നു, ബഡാസയിലാണ് എന്തോണ്. ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. മുന്നേ ഞങ്ങൾ പോയപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കട്ടെ എന്താണെന്നറിയാമല്ലോ. ആനതാ അടിപൊളി ഐറ്റംസുകൾ ഇട്ടോ, ഒക്കെ വില കുറവിലാണ്. അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വില കുറവിലുള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കി പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട സാധനം ഇവിടെ ഉള്ളത്. ഞാനിവിടെ വന്നു, നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളുള്ള സ്ഥലം കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തു, പിന്നെ വേറെ ലിപ്സ്റ്റിക്കും, പിന്നെ ഞാനൊരു കീ ചെയിന്, പിന്നെ വാവക്കൊരു ക്രാബ്, അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു, അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാനുള്ള 5 രൂപ മുതലുള്ള ഒരു 100 രൂപ വരെയുള്ള ഹോൾസെയിൽ കട ഉണ്ടത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അധികം സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെന്താ, നമ്മൾ ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ഇവിടെ ഇറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പുതിയതായിട്ട് എന്താണ് ഇറക്കിയിരിക്കുന്നത് നോക്കാനുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ അസ്മിക്കുട്ടനിക്ക് ഒരു പാത്രം വാങ്ങി. അസ്മിക്കുട്ടനിക്ക് അതാട്ടോ പറ്റിയത്, പക്ഷെ എനിക്ക് ആ മാങ്ങൻ്റെയാണ് പറ്റിയത്. അപ്പോൾ ഞാൻ മാങ്ങൻ്റെത് എടുത്തു. അപ്പോൾ ഇതാ പോഗോ ബാഗ്സ് എന്ന് പറഞ്ഞ കടയിൽ ഞാനൊന്ന് കയറിക്ക് ബാഗ് വാങ്ങണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മളുടെ ഈ ബാഗിൽ നമ്മൾ സ്കൂൾ ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ കുറച്ച് അത്യാവശ്യം വലിയ ബാഗും വേണം, പിന്നെ ഒരു ഹാൻഡ് ബാഗും വേണം കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് ഞാൻ ബാഗൊക്കെ എടുത്തു. എനിക്ക് ഹാൻഡ് ബാഗ് കിട്ടിയില്ല, മറ്റേ ബാഗ് കിട്ടി. അപ്പോൾ അത് വാങ്ങിക്കാണ്ട് പോന്നു. പിന്നെ അസ്മിക്കുട്ടനിക്ക് ഇനി മദ്രസക്ക് ബാഗ് വേണമെന്നൊക്കെ നോക്കി, പക്ഷെ അതൊന്നും ഇവിടെ കിട്ടിയില്ല കേട്ടോ. വാവ്,
നല്ല അടിപൊളി കട കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒന്നും പറയാനില്ല, എൻ്റെ കാലിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല വേദന ഉണ്ട് കേട്ടോ. എനിക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളുടെ ഈ നിര്യാണിൻ്റെ ആ പോർഷനൊക്കെ നല്ല വേദനക്കുണ്ട്. അപ്പോൾ ഞാൻ ചെരുപ്പ് എടുക്കാൻ വിചാരിച്ച് കയറിയതാണ്. പക്ഷേ എന്താ വിചാരിച്ചാൽ എനിക്ക് അവിടെ പറ്റിയ ചെരുപ്പില്ല. എൻ്റെ കാലിൻ്റെ സൈസ് ഇത്തിരി ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഈ കടയിൽ നിന്ന്, ഇപ്പോൾ ഞാൻ കാണിച്ച കടയിൽ നിന്ന് ഇതാ എനിക്ക് പറ്റിയൊരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും ഒക്കെ ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്നറിയാം. ഇതാണെങ്കിൽ നല്ല സിമ്പിളും നല്ല കംഫർട്ടാണ് കേട്ടോ ഇടാൻ, നല്ല സുഖം ഉണ്ടാവും. അതുകൊണ്ട് ഷൂ ഊരിയപ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഒരു 4:30 ആയപ്പോഴത്തേന് ബീച്ചിലേക്ക് എത്തിയിട്ടോ. പിന്നെ അത്യാവശ്യം വെയിലുണ്ട്, പിന്നെ ക്രൗഡ് ആയി തുടങ്ങണുള്ളൂ കേട്ടോ. അല്ലാണ്ട് 4:30 ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ല. ഇതേ കണ്ട, എന്നാലും നമുക്കിങ്ങനെ സുഖമായിട്ട് നിന്ന് കാണാൻ പറ്റും കേട്ടോ. അസ്മിയ നിറ അവിടെ നിൽക്കുന്ന അന്നാ നോക്ക് ചിരിച്ച. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ഫോട്ടോസ് എടുത്തിട്ട് അപ്പം തന്നെ കഴുകി തരുമല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. ഞങ്ങൾ ഫുള്ളായിട്ട് കൊടുത്ത്, പിന്നെ അവർ ഫാമിലി ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെ 2 ഫോട്ടോ എടുത്ത്. ഒരു ഫോട്ടോയ്ക്ക് എത്ര 40 രൂപ അങ്ങനെ എന്താണ് കേട്ടോ വന്നത്. അപ്പോൾ ആദ്യം എടുത്തത് ക്ലിയർ ആയില്ല, അപ്പോൾ വീണ്ടും എടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലുള്ള കളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. ഐസ്ക്രീം കഴിച്ചു ഞങ്ങൾ. സ്ട്രോബെറി കുട്ടികൾക്കും ഇക്കും കുഞ്ഞോൾക്കും വാനിലയാണ് കേട്ടോ വാങ്ങിയത്. കുഞ്ഞോൾക്ക് വാനില മതി തന്നെ, അപ്പം ഞാനും അതന്നെ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടേ. അപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത് കേട്ടോ. മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, അപ്പോൾ അതും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെന്താണ്, വൈകിട്ട് ആവും തോറും നമ്മുടെ ജനത്തിൻ്റെ തിരക്ക് കൂടി വരികയാണ്. ഇപ്പം ഞങ്ങൾ ഇനി അധികം നേരം നിൽക്കണില്ല, നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റിട്ടേൺ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ഉപ്പിലിട്ടതും കൂടി കഴിച്ചിട്ടോ. അപ്പോൾ അതും കൂടി കഴിച്ചാലല്ലേ നമ്മൾ യാത്ര ഒന്ന് ഫിനിഷിങ് ആവുള്ളൂ. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് മാങ്ങ വാങ്ങി. പേരക്ക, കൈതച്ചക്ക, അതിൽ കൈതച്ചക്കയും പേരക്കിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അതൊക്കെ വാങ്ങി. ഇപ്പോൾ ഇതാ ഞങ്ങൾ 6:45 ട്രെയിനിൽ നാട്ടിലേക്ക് പോയിട്ടോ.